Hi students, today let us study the impact of British or an overview of Indian economy at the time of independence. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ കാണാൻ പോകുന്നത്. The Indian economy experienced far-reaching changes during the British period. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. The British rule transformed India into a colonial, semi-feudal, lopsided, stagnant and backward economy. അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ച് ഭരണം നിർത്തി പുറത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് വളർച്ച മുരടിച്ച, പിന്നോക്കാവസ്ഥയിലായിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. നമുക്ക് നോക്കാം, ഓരോന്നും വൺ ബൈ വൺ ആയി ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൊളോണിയൽ ഇക്കോണമി. The colonial character of the Indian economy expressed itself firstly in an unequal pattern of trade with Britain and other industrialized countries. അപ്പൊ ഇന്ത്യൻ ഇക്കോണമി ഒരു കൊളോണിയൽ ഇക്കോണമിയാണ് എന്നതിന് തെളിവായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ അൺഈക്വൽ പാറ്റേൺ ഓഫ് ട്രേഡ് ആണ്. മറ്റു രാജ്യങ്ങളുമായും ബ്രിട്ടനുമായുമുള്ള നമ്മുടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ടിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഇമ്പോർട്ട് എന്ന് പറയുന്നത്. The Britishers considered Indian economy as a market there for finished products and a source of raw materials. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയെ കണ്ടത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായും, അതുപോലെ തന്നെ അവരുടെ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ലഭിക്കാനുള്ള ഒരു ഉറവിടമായിട്ടാണ്. The second manifestation of the colonial character of the economy was that foreign capital had entrenched itself in important segments of the economy. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ തന്നെ അവർ അവരുടെ മൂലധനം ഇറക്കി ലാഭം ഉണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ ആളുകളെ സംബന്ധിച്ച്, വ്യവസായികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലാഭകരമായ മേഖലയിൽ നിക്ഷേപം നടത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ സെമി ഫ്യൂഡൽ ഇക്കോണമി. Varying degrees of feudal relations were widespread in the economy at the end of British rule. ബ്രിട്ടൻ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ചില രൂപത്തിലുള്ള ഒരു ഫ്യൂഡൽ ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ്. In the areas which were brought under permanent settlement or temporary zamindari settlement, the British reinforced pre-existing feudalism by conferring on the former revenue farmers the rights of ownership in land. So ഇവിടെ എന്താണ് പ്രത്യേകത? വിവിധ രൂപങ്ങളിലുള്ള, അത് ഒരുപക്ഷെ സെമിന്ദാറി സെറ്റിൽമെന്റിലായാലും ശരി, പെർമനന്റ് സെറ്റിൽമെന്റിലായാലും ശരി, കർഷകരിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? സെമിന്ദാർസിന് കൊടുത്തു എന്നുള്ളതാണ്. So the actual cultivators ceased to have any legal rights which were recognized and enforced by the courts. ഒരു കാലത്ത് കോടതിയും നിയമങ്ങളും അനുവദിച്ചു കൊടുത്ത ഉടമസ്ഥാവകാശം ഇത്തരത്തിലുള്ള സമീപനത്തിലൂടെ നഷ്ടപ്പെടുകയുണ്ടായി. There emerged landlord-tenant relations in an extensive scale even in the areas under the right to vary settlement. ഇനി right to vary settlement എടുത്താലും അവിടെയും ലാൻഡ് ടെനന്റ്, ഭൂവുടമയും കുടിയാനും തമ്മിലുള്ള ഒരു ബന്ധം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ റിസൾട്ട്? എന്താണ്? സോ ആസ് എ റിസൾട്ട് ഓഫ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ഹാഡ് എ സെമി ഫ്യൂഡൽ ഇക്കോണമി. ആ സമയത്ത് എന്താണ്? ഒരു സെമി ഫ്യൂഡൽ ഇക്കോണമിയായി ഇന്ത്യ മാറി എന്നുള്ളതാണ്.
Next one is the backward economy. പിന്നോക്ക സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ ഇക്കോണമി ഒരു പിന്നോക്ക സമ്പദ് വ്യവസ്ഥയായിരുന്നു. At the end of the British rule, India had a very backward, predominantly agrarian economy. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തായിരുന്നു? കാർഷിക വൃത്തിയിൽ ഊന്നിയ രാജ്യമായിരുന്നു. So about 70% of our population are engaged in agriculture for their livelihood. And this agriculture provides only 59% of the national income. എന്താ പ്രത്യേകത? നമ്മുടെ 70% വരുന്ന ആളുകള് അവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന കൃഷിയായിരുന്നു. എന്നാൽ കാർഷിക മേഖല വെറും 59% മാത്രമാണ് ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. Let us find out the backward state of Indian agriculture at the time of independence. എന്തെല്ലാമാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ, ഇന്ത്യൻ കാർഷിക മേഖലയുടെ ബാക്ക്വേർഡ്നെസ്, പിന്നോക്കാവസ്ഥ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് 1 by 1 ആയി നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത് പെർ ക്യാപിറ്റ ഇൻകത്തെ കുറിച്ചാണ്. ആളോഹരി വരുമാനം. It was not more than rupees 1,274 in 1950-51 at 1980-81 prices. 1951 നമ്മുടെ ആളുകളുടെ ദേശീയ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 1274 രൂപ മാത്രമായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കണേ, 51 പ്രൈസ് അല്ല, 80-81 വില നിലവാരത്തിലുള്ള പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, എന്താണ് ഈ പറയുന്ന ആളോഹരി വരുമാനം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈഡ് ഇൻഇക്വാളിറ്റി ഉണ്ടായിരുന്നു. വൈഡ് ഇൻഇക്വാളിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് ഇൻകം. അത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. Another important point, vast majority of the people lived in poverty. Large scale poverty existed in India at that time. ഇന്ത്യൻ കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് അന്ന് നമ്മുടെ കർഷകരിൽ ഉണ്ടായിരുന്ന ദാരിദ്ര്യം. Next one is the existence of unemployment and underemployment. അൺഎംപ്ലോയ്മെന്റും അണ്ടർഎംപ്ലോയ്മെന്റുമാണ്. എന്താണ്? ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. അണ്ടർഎംപ്ലോയ്മെന്റ്. എന്താ അണ്ടർഎംപ്ലോയ്മെന്റ്? നമുക്കറിയാം, കാർഷിക മേഖലയിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അണ്ടർഎംപ്ലോയ്മെന്റ് അർത്ഥമാക്കുക. മറ്റൊന്ന് ഫാമിനാണ്. എന്താണ്? ഫാമിൻ വാസ് എ ഫ്രീക്വന്റ് ഒക്കറൻസ് ഓവർ ദി ഗ്രേറ്റർ പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പീരിയഡ്. About 50 lakh people died during the 1943 famine due to the lack of food grains. ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യത കൊണ്ട് 1943 15 ലക്ഷത്തോളം ആളുകൾ മരിക്കുകയുണ്ടായി. വലിയ ക്ഷാമമുണ്ടായി, ഭക്ഷ്യക്ഷാമമുണ്ടായി. ഇനി നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക്വേർഡ്നെസ്സിനെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മാസ് ഇല്ലിറ്ററസി റേറ്റ്. വളരെ ഉയർന്ന നിരക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്, അഡൽട്ട് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് കേവലം 17% മാത്രമായിരുന്നു. മറ്റൊന്ന് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആണ്. ഉയർന്ന ജനന മരണ നിരക്ക്, അത് മറ്റൊരു സൂചകമാണ് പിന്നോക്കാവസ്ഥയുടെ. മറ്റൊന്ന് ലോ ലെവൽ ഓഫ് ടെക്നോളജി ആണ്. എന്താ ലോ ലെവൽ ഓഫ് ടെക്നോളജി? നമുക്ക് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഭരണം നിർത്തി പുറത്തു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്ലാന്റും എക്യുപ്മെന്റും ഒക്കെ ഡിപ്ലീറ്റഡ് ആണ്. അവസാനമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ് an account of backward economy. The country was almost completely dependent on the rest of the world for plant and machinery needed for economic development. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്ലാന്റിനും എക്യുപ്മെന്റ്സിനും ഒക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ഇവിടെയുള്ളതൊക്കെ എന്താണ്? കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റാഗ്നന്റ് ഇക്കോണമി. മുരടിച്ച സമ്പദ് വ്യവസ്ഥ, വളർച്ചയില്ലാത്ത മുരടിച്ച സമ്പദ് വ്യവസ്ഥ. ബാക്ക്വേർഡ്നെസ് ക്യാൻ ബി ഓവർകം ബൈ ആക്സിലറേറ്റഡ് ഡെവലപ്മെന്റ്. വർദ്ധിച്ച വികസനത്തിലൂടെ നമുക്ക് പിന്നോക്കാവസ്ഥ പരിഹരിക്കാം. ബട്ട് അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ the economy was unable to move except at a snail's pace.
എന്നാൽ നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്നാണ് ഒച്ചിന്റെ വേഗതയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒച്ചിന്റെ വേഗതയിൽ എന്ന് പറയാൻ വളരെ കുറഞ്ഞ എന്താ ശതമാനം? ദ ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വാസ് നോ ഹയർ ദാൻ 0.5%. ശരാശരി വാർഷിക ആളോഹരി വരുമാനത്തിലുണ്ടായ വളർച്ചാ നിരക്ക് കേവലം 0.5% മാത്രമായിരുന്നു. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എത്രമാത്രം പിന്നോക്കാവസ്ഥയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും.